ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ട്രിപ്പ് പോവുകയാണ് ഗായ്സ്. നമ്മളൊരു എക്സാക്റ്റ് പ്ലേസ് വെച്ചിട്ട് നല്ല പോകുന്നത്. വാഗമൺ, തെന്മല, പിന്നെ തേക്കടി അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാനാണ് പോകുന്നത്. ഒരു 4 to 5 days ട്രിപ്പാണ്. 5 ദിവസത്തിനകത്ത് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തും. അപ്പം അതിൻ്റെ വിശേഷങ്ങളും നമ്മൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാൻ കരുതി. ഇപ്പം രാവിലെയാണ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം സമയമാണെങ്കിൽ ഏകദേശം ഒരു 10-11 ആവാറായി. അപ്പം നമ്മൾ എന്തായാലും ഉച്ചയ്ക്കകത്ത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആദ്യം പോകുന്ന ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയിലാണ്. ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്താ പറയുക, പാക്കിംഗ് ഒക്കെ രാത്രിയേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ ട്രിപ്പായതുകൊണ്ട് അധികം ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ച എന്ന് പറയുന്നത്. മൊത്തം കാടായിരുന്നു. ലൈക്ക് 2 സൈഡും കാട്, നടുക്ക് റോഡ്, ആ ഒരു അവസ്ഥയായിരുന്നു. മൊത്തം കാടെന്ന് വെച്ചാൽ ഫുള്ള് കാടായിരുന്നു. പിന്നെ ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് ഞങ്ങൾ അധികം കഴിച്ചിട്ടൊന്നും അല്ല ഇറങ്ങിയത്. കാരണം ട്രിപ്പിനല്ലേ പോകുന്നത്, കഴിച്ചിട്ടിറങ്ങി വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഇത് പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഗൈസ്, അടിപൊളിയാണ്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ സിറ്റിയിലൊക്കെ വരുവാണെങ്കിൽ മൊത്തം പൊല്യൂഷനും വാഹനങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇങ്ങോട്ടുള്ള ഏരിയയിലൊക്കെ വരുമ്പോഴത്തേനും വാഹനങ്ങളൊക്കെ വളരെ കുറവും പൊല്യൂഷനൊന്നും ഇല്ല. എവിടെ നോക്കിയാലും മൊത്തം പച്ചപ്പും മരങ്ങളും ഒക്കെയാണ്. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണിത്. കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയാണ്. നമ്മളിപ്പം ഏകദേശം ഒരു ഉച്ചയായി, ഒരു 2:30-3 മണി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ലഞ്ച് കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടായിരുന്നു. അപ്പം ഹോട്ടൽസൊക്കെ ഇങ്ങനെ തേടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹോട്ടൽസ് കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അറിയാവുന്നവരെയൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഹോട്ടലുണ്ടോ ഇനി കഴിക്കാനായിട്ട്. അപ്പം ഫൈനലി ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് കഴിക്കുവാണ്. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബാക്കി അച്ഛനും അമ്മയും എല്ലാം ഊണാണ് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഫുഡ് അത്ര പോരായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേനും ഫുഡിനൊക്കെ ഭയങ്കര നല്ല ഫുഡൊന്നും നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഫുഡൊന്നും ഇവിടെ അങ്ങനെ കിട്ടാറില്ല. റെയർ ഹോട്ടൽ മാത്രമേ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുള്ളൂ. എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് കഴിച്ചു പോകുന്നു. അത്ര വലിയ രുചിയുള്ള ബിരിയാണിയൊന്നും ആയിരുന്നില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി പേടിച്ചു ഞങ്ങൾ, കാരണം കാടൊക്കെ അല്ലേ. അപ്പം മഞ്ഞും എല്ലാം വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ഇച്ചിരി പാടായിരിക്കും. രാത്രി ആയപ്പോഴത്തേനും ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നേ. മഞ്ഞാണെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയുടെ ഫ്ലാഷിൽ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഹെഡ് ലൈറ്റ് ഓണാക്കി ഇട്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടത്. അപ്പം ഫൈനലി നമ്മൾ രാത്രിയായിട്ട് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മുറിയിലാണ്, റൂമിലെത്തിയിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട് സമയം. അപ്പം റൂം സത്യം ഞങ്ങളൊരു ടെമ്പററി സ്റ്റേ പോലെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു വാട്ടർഫോളിൽ കുളിക്കണമായിരുന്നു. അപ്പം അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. തെന്മലയാണ് കേട്ടോ റീജിയൻ. അപ്പം അവിടെ വന്നിട്ട് വരെ അവിടുത്തെ പൂളിൽ ഇറങ്ങാതെ വേറെ എന്താണ്. നമ്മൾ അവിടുത്തെ പൂളിലൊക്കെ കുറേ നേരം നിന്ന് അടിപൊളിയായിരുന്നു. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇതൊരു ടെമ്പററി സ്റ്റേ ആയിട്ട് വന്നതാണ്, കാരണം ഹോട്ടൽസ് എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ഫൈനലി കിട്ടിയതാണ്. ഇവിടെ നമ്മൾ താൽക്കാലികമായി താമസിക്കുന്ന ഒരു രീതിക്ക് വന്നതാണ്. ഇവിടെ ചുറ്റും ബാംബൂ ഹൗസ് വെച്ചിട്ടാണ്. ഇതാണ് കേട്ടോ റൂമിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ടെമ്പററി സ്റ്റേ, ആ ഒരു ഇതിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. കാരണം ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട് തെന്മലയിൽ. അപ്പം അവിടെ കുളിക്കാൻ, അവിടെയാണ് മെയിൻ ഹൈലൈറ്റ്. അവിടെ കുളിക്കാനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ല ഹോട്ടൽസ് ഒന്നും അവൈലബിൾ അല്ല, ഉള്ളതെല്ലാം ബുക്ക്ഡും ആയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു. ഇത് ബാംബൂ വെച്ചിട്ടാണ് പുറത്തെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം. ഞങ്ങൾ വെക്കേറ്റ് ആവാൻ പോവുമായിരുന്നു കേട്ടോ. റൂം ചെക്കൗട്ടായി നമ്മൾ, കാരണം അടുത്ത ഇനിയിപ്പം വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പുറത്തുള്ള ഭാഗം എന്ന് പറയുന്നത്. മൊത്തം പുല്ലും ഒക്കെ ആയിട്ടൊരു ഗാർഡൻ ഏരിയ പോലെ ചുറ്റും ഇങ്ങനത്തെ ബാംബൂ ഹൗസസാണ്. ഇതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഹൗസ് എന്ന് പറയുന്നത്. അതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു റൂം എന്ന് പറയുന്നത്. കുഴപ്പമില്ലായിരുന്നു ഗൈസ്, നല്ലൊരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു ടെമ്പററി സ്റ്റേ ആയതുകൊണ്ട് ആ ഒരു ഇതേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു സറൗണ്ടിങ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മൊത്തം ഒരു ഗാർഡൻ പോലത്തെ ഇതും, പിന്നെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ വളർത്തുന്നതാണ്. ഇതാണ് ഒരു കോഴി കഴിച്ച്. മൊത്തം കോഴികളും കിളികളും പക്ഷിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക്
2-3 ബാംബൂ ഹൗസസ് പോലെ അവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ റൂമിൽ നിന്ന് ചെക്കൗട്ടായിട്ട് നമ്മൾ അടുത്ത ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനാണ് പോകുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ട് ഓരോ പേരുകൾ കൊടുത്തിട്ട് ഓരോ ബാംബൂ ഹൗസസ് ആണ് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിതേ പോവുകയാണ്. എനിക്ക് കോഴിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിനെയൊക്കെയാണ് ഇവിടെ കൊല്ലാനാണ് നിർത്തിയേക്കുന്നതാണ് തോന്നുന്നത്, അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതിൻ്റെ ചുറ്റുഭാഗം മൊത്തം ഈ ഒരു ഇതിലാണ്. ഞങ്ങൾ അവിടെയാണ് കുളിച്ചത്. അതായിരുന്നു പൂളെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ വന്നത് രാത്രി സമയം ആയതുകൊണ്ട് തന്നെ നേരെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ തെന്മല വാട്ടർഫാൾസിലേക്കാണ്. പോകുന്ന വഴി മൊത്തം കാടായിരുന്നു. ഇതിൻ്റെ മൊത്തം കാടാണ്. ഈ കാടിൻ്റെ നടുക്കൂടെ വേണം നമ്മൾ അവിടോട്ട് പോകാനായിട്ട്. ആനയുണ്ട്, പുലി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പേടിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കൂടെ 2 ആൾക്കാരുണ്ടായിരുന്നു ഗൈഡ് പോലെ ആയിട്ട്. അപ്പം അവരുള്ളതുകൊണ്ട് അവർ പറയുന്നത് ഇവിടെ പുലിയും ആനയൊക്കെ ഇറങ്ങുന്ന മെയിൻ സ്ഥലമാണെന്നാണ്. പക്ഷേ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ പോയി കേട്ടോ. മൊത്തം കാടാണ്, അടിപൊളി. മറ്റേ ഉൾക്കാട് പോലെ ഉണ്ട്. അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നോ ആയതുകൊണ്ട് പിന്നെ സൗണ്ട് അതെല്ലാം ഉള്ളതുകൊണ്ട് പുലി ആനയൊന്നും വരത്തില്ല. പക്ഷേ അതെല്ലാം ഇറങ്ങുന്ന സ്ഥലമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കുറേ ഔഷധ ചെടികളൊക്കെ ഞങ്ങൾക്ക് കൂടെ വന്ന ആൾക്കാർ കാണിച്ചു തന്നു കേട്ടോ. എന്തോ ഒരു ആടുതൊടാപ്പാല് അങ്ങനെ എന്തോ ഒരു ചെടിയൊക്കെ കാണിച്ചു തന്നു. അത് ആട് കഴിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. കുറേ ഔഷധ ചെടികൾ, കാട്ടിൽ മൊത്തം ഔഷധ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ മുറിവ് വന്നാലും പിന്നെ അതിനൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ അറിവുകൾ നമുക്ക് കാട്ടിൽ പോയപ്പോൾ പുതിയ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ വഴി. നടക്കാൻ ഇച്ചിരി ഉണ്ടായിരുന്നു, ഇച്ചിരി ദൂരം നടക്കണമായിരുന്നു. കാരണം വണ്ടിയൊന്നും ഇതുവഴി പോകത്തൊന്നുമില്ല, പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കുറേ ദൂരം നടന്ന് ഞങ്ങൾ പോകുന്ന വഴി കുറേ വാട്ടർഫാൾസ് ആണ്. പക്ഷേ ഇതിലൊന്നും അല്ല കേട്ടോ നമ്മൾ കുളിക്കുന്നത്. ഇതിനെക്കാട്ടി നല്ല ഹൈറ്റിൽ വരുന്നില്ല ഞങ്ങൾ കുളിക്കുന്നത്. എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വാട്ടർഫാൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ കുറച്ചും കൂടെ ഹൈറ്റും കുറച്ചുകൂടെ മേളിൽ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് നമ്മൾ കുളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴി ഇങ്ങനത്തെ കൊച്ചു വാട്ടർഫാൾസിനെയൊക്കെ കണ്ട് പോകുന്ന ആ നടക്കുന്ന ദൂരം നമ്മൾ അറിയത്തേ ഇല്ല. കാരണം ഇതെല്ലാം കണ്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിലിറങ്ങി കുളിച്ചു ഗൈസ്. എൻ്റെ ദൈവമേ, ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇറങ്ങാൻ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വലിഞ്ഞു തൂങ്ങിയൊക്കെയാണ് ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ മൊത്തം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമായിരുന്നു വെള്ളം. ഭയങ്കര ഫോഴ്സായിരുന്നു കേട്ടോ ഗൈസ്. തലയിലൊക്കെ വീണു, ചെറുതായിട്ട് വേദനിച്ചു. പക്ഷെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണ് വാഗമണിൽ നമ്മൾ താമസിക്കുന്ന റൂമാണ് കേട്ടോ ഇത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ റൂമിന് വേണ്ടി കഷ്ടപ്പെട്ടു. കുറച്ച് പറ്റിക്കുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളെ പറ്റിക്കാനൊക്കെ നോക്കി. റൂം തന്നിട്ട് സാധാരണ ഒരു വീട് പോലത്തെ തന്നിട്ട് ഞങ്ങളോട് നല്ല റേറ്റൊക്കെ ചോദിച്ചു അത് താമസിക്കാനായിട്ട്. അവിടെയാണെങ്കിൽ ഒട്ടും കൊള്ളത്തുമില്ല, സാധാരണ വീട് പോലെയാണ് നിന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ റൂമിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ഫൈനലി നല്ലൊരു റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൂം മാത്രമല്ല, 2 റൂമും ഒരു ഹാളും ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. കുറേ കഷ്ടപ്പെട്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു റൂം കിട്ടി. റൂമിന് വേണ്ടി സീസൺ സമയമായതുകൊണ്ട് തന്നെ മൊത്തം റൂമും ബുക്ക്ഡായിരുന്നു കേട്ടോ. താഴോട്ടുള്ളൊരു വ്യൂ ആണിത്. കുഴപ്പമില്ല, സാധാരണ ഒരു വ്യൂ പോലെ. ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രാത്രി അതൊന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി, വിശന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പം ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് രാവിലെ എണീക്കേണ്ടതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എണീച്ചു. ഇതാണ് നമ്മളുടെ വെളിയിലുള്ളൊരു ബാൽക്കണിന്ന് വ്യൂ എന്ന് പറയുന്നത്. ലേക്കാണ് ഫ്രണ്ടിൽ. ഇവിടെ ആൾക്കാർ ലേക്കിൽ ഇതൊക്കെ ചവിട്ടിയൊക്കെ പോകത്തല്ലോ, പെഡലിലൊക്കെ ചവിട്ടി ബോട്ടിലൊക്കെ ഇരുന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം മഴക്കാറുണ്ടായിരുന്നു. അപ്പം അത് എങ്ങാനും അവിടെ ലേക്കിനെ നടക്കുന്ന മഴ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നനയാനേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് പോയില്ല. ഫ്രണ്ടിലുള്ള വ്യൂ അടിപൊളിയാണ്, മൊത്തം പച്ചപ്പും നടുക്ക് കായലും എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ വാഗമൺ സത്യം പറഞ്ഞാൽ അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. അവിടെ നിന്ന് നേരെ നമ്മൾ തെന്മലയിലേക്ക് വന്നു. തെന്മലയിൽ റൂമിൽ വന്ന് രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. കാരണം വാഗമണിൽ അധികം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാൻ നേരത്ത് അവിടെ ബുക്ക്ഡായിരുന്നു. കാരണം ബുക്ക്ഡല്ല, ഭയങ്കര എന്താ പറയുക, ടിക്കറ്റ്സ് ഒന്നും അവൈലബിളും ആയിരുന്നില്ല, ബ്ലോക്കും ആയിരുന്നു, മഴയും എല്ലാം അങ്ങനെ. അപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല.
പിന്നെ ഞങ്ങളിപ്പോൾ തെന്മലയിലെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെയാണ് കേട്ടോ. ഇന്ന് ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണ് തെന്മലയിൽ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ തെന്മലയിലെ റൂമിൽ നിന്ന് വെച്ചിട്ട് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ബോട്ടിങ്ങിന് തെന്മലയിലൊക്കെ വന്നിട്ട് ബോട്ടിങ്ങിന് പോകാതിരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ റൂമെന്ന് പറയുന്നത്. ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്ഥലം തെന്മലയല്ല, തേക്കടിയാണ് കേട്ടോ. പറഞ്ഞ് തെന്മലയിൽ നിന്നായിപ്പോയാണ്. വാഗമണ്ണ് നേരെ തേക്കടിയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. പറഞ്ഞ് ആദ്യം നമ്മൾ പോയ സ്ഥലമാണ് തെന്മല. ഇതിവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. മൊത്തം കാടിൻ്റെ ഒരു നടുക്കെന്നുള്ളൊരു ഫീലാണ്. മൊത്തം ചുറ്റും കാടാണ് ഇവിടെ തേക്കടിയിൽ വന്നപ്പോഴത്തേനും. ഇതാണ് ഗൈസ് ഇവിടുത്തെ രാവിലെ എന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങുമെന്ന് ഈ ഹോട്ടലിൽ റൂം കാണിച്ചു തന്ന ആൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തൊക്കെ കാട്ടുപോത്ത് ഇറങ്ങുന്ന സമയമൊക്കെ ആണെന്ന്. പക്ഷെ എന്നാലും നമ്മൾ റൂമിലോട്ടൊന്നും വരില്ല, കാരണം അവരങ്ങല്ലേ നിൽക്കുന്നത്. കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ഒരു ബാൽക്കണിയിൽ ഇറങ്ങിയിട്ടുള്ള വ്യൂ. ഗ്രില്ല് തുറക്കാൻ പറ്റില്ല, കാരണം കുരങ്ങന്മാരുള്ളതുകൊണ്ട് തന്നെ ഗ്രില്ല് വഴി അകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രില്ലൊന്നും തുറന്നില്ല. കാരണം എങ്ങാനും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നേ. റൂം മൊത്തം റൂമിൻ്റെ ആ വെളിയിലും ആ ഗ്രില്ലൊക്കെ കുരങ്ങന്മാരുണ്ട്. ഗ്രില്ല് ഞങ്ങൾ തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. തുറന്നാൽ കുരങ്ങൻ കയറുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രില്ലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഗൈസ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ബാൽക്കണിയിൽ ഇറങ്ങി നിന്നാൽ ഇതാണ് വ്യൂ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്പേസും ഉണ്ട്. അമ്മ മെല്ലെ ഗ്രില്ല് തുറന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഇതിരിക്കുന്നത്. തുറന്ന് അപ്പം തന്നെ അടയ്ക്കേണ്ടിയും വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിന് കുളിച്ചൊരുങ്ങി രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ബോട്ടിങ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ബോട്ടിങ് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങൾ ബോട്ടിൻ്റെ അകത്തിരുന്ന് ഒരു ഗൈഡ് പോലെ ആൾ കാണുമല്ലോ, അയാൾ വരെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. കാരണം ഭയങ്കര സ്ലോയിലാണ് ബോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിങ് ചെറുതായിട്ട് ബോറടിച്ചിട്ടുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു. കുഴപ്പമില്ലായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു ബോട്ടിങ്. കയറിയപ്പോഴൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് പോയി. പിന്നെ കുറച്ച് കാട്ടുപോത്തുകളെയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. കാരണം ബോട്ടിങ് അത്ര വലിയ രസമൊന്നും ഇല്ലായിരുന്നു. നോർമൽ ബോട്ടിങ് പോലെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നേരെ വീണ്ടും വാഗമണിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. വാഗമണിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ എന്ന് പറയും. അടിപൊളിയാണ് ഗൈസ്. നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഇത്രയും അങ്ങനെ അവിടെ എല്ലാം പോയി കറങ്ങി കണ്ട് എല്ലാം ആയിട്ട് നമ്മളുടെ 4 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് നമ്മളുടെ സ്വന്തം ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്.